Magic morning. Magic morning. Magic morning. Magic morning all. Morning. Okay. Magic morning. Thank you so much to all. സോ എല്ലാവരും റെഡി ആയിട്ട് മൈൻഡൊക്കെ സെറ്റ് ആക്കി ഇരിക്കുക സെഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സെക്ഷനിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് സെഷൻ എടുക്കുന്നത് നമ്മുടെ JCI സെൻ ഡോക്ടർ അഹമ്മദ് നൗഫൽ സർ ആണ് ഇന്ന് സെഷൻ എടുക്കുന്നത്. സോ സാർ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് നോ യുവർ ഓറൽ ക്യാവിറ്റി എന്നാണ്. സോ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ നൗഫൽ സർ ഇൻവൈറ്റ് ചെയ്യാണ്. നൗഫൽ സർ, പ്ലീസ് വെൽക്കം സർ. Thank you for the welcome. Can you hear me? എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓ ഷുവർ ആയിട്ടും. Yes, sir. ഞാൻ ഡോക്ടർ നൗഫൽ അഹമ്മദ് നൗഫൽ, പ്രൊഫസർ MES ഡെന്റൽ കോളേജ്. കഴിഞ്ഞ 16 വർഷമായിട്ട് MES പെരിന്തൽമണ്ണ MES ഡെന്റൽ കോളേജിലെ പ്രൊഫസറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഇതിൻ്റെ സംഘാടകരെ ഞാൻ ആദരപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. പിന്നെ കേരളത്തിലെ ബിഗസ്റ്റ് 5 AM ക്ലബ്ബ്, അതിൻ്റെ അണിയറ പ്രവർത്തകർ ആരൊക്കെയെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനത്തെ ഒരു സംരംഭം, ഇങ്ങനത്തെ ഒരു ഉദ്യമം മുന്നോട്ട് പോകുന്നതെന്ന് അറിഞ്ഞത് വളരെ സന്തോഷം. അതിൻ്റെ ഒരു ഭാഗവാക്കാവാൻ കഴിഞ്ഞതിലും വളരെ സന്തോഷം. അപ്പോൾ സിൻസ് ഐ ആം എ ഡെന്റിസ്റ്റ്, ഐ ഡോണ്ട് നോ നിങ്ങളിപ്പോൾ ഇത്രയും കുറേ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് എത്രാമത്തെ എപ്പിസോഡാണ് മാഡം? ഇത് 1940 ഡേ ആണ്. ഓക്കെ, അപ്പോൾ ഏകദേശം വർഷങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കുകൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക്, റെയർ ടോപ്പിക്ക് കാരണം ഡെന്റിസ്റ്റുകൾ ഇതിന് മുമ്പ് വന്ന് ക്ലാസ് എടുത്തോന്നും എനിക്കറിയില്ല. സോ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ ഓറൽ ക്യാവിറ്റി അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കണോ മലയാളത്തിൽ സംസാരിക്കണോ മാഡം? വിച്ച് വൺ വിൽ ബി ബെറ്റർ? എങ്ങനെയായാലും ഓക്കെയാണ്. ഇതിൽ നമുക്ക് എല്ലാത്തരം ആളുകളും ഉണ്ട്. സോ സാറിനൊരു ഇതിനനുസരിച്ച് എങ്ങനെയായാലും കുഴപ്പമില്ല. ഞാൻ മിക്സ് ചെയ്ത് സംസാരിക്കാം. ഓക്കെ, നമ്മൾ ഓറൽ ക്യാവിറ്റി, നമ്മളെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ നമ്മൾ ഓവറോൾ ഹെൽത്തിൻ്റെ കണ്ണാടിയാണ് ഓറൽ ക്യാവിറ്റി. ഞാനിതൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് എനിക്കിങ്ങനെ റിപ്ലൈ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനൊരു വൺ വേ ആയിട്ട് ഇങ്ങനെ എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ കൂടി ഒരു 20 മിനിറ്റിൽ പറയാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അപ്പോൾ മോർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് ഈ ഓറൽ ക്യാവിറ്റിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ പല്ലുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടും ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ എ ഗേറ്റ് വേ ടു യുവർ ഹെൽത്താണ് നമ്മൾ ഓറൽ ക്യാവിറ്റി. നിങ്ങൾ ലാസ്റ്റ് നിങ്ങളുടെ വായിലേക്ക് നോക്കിയത് എപ്പോഴാണ്? നമ്മളെന്നും ബ്രഷ് ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് നമ്മൾ വായിലുള്ള എന്തൊക്കെ സ്ട്രക്ചറുകൾ നമ്മൾ കാണാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മൾ വായിലെല്ലാം പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ മിററിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ടോർച്ച് അടിച്ചിട്ടോ എങ്ങനെയും നോക്കിയ എപ്പോഴാണ് ലാസ്റ്റ് നോക്കിയെന്ന് ഓർക്കുന്നുണ്ടോ? നമ്മൾ വായിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മൾ പിന്നെ ഒരാളുടെ വായ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അയാളുടെ പ്രകൃതം, അല്ല അയാളുടെ എത്തരത്തിലുള്ള ആളാണ് അദ്ദേഹം നമുക്ക് പറയാൻ പറ്റും. നമുക്ക് പൊതുവെ എല്ലാവരും നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് പല്ലുകൾ. കാരണം നമ്മൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഇല്ലാണ്ട് ഒരിക്കലും നമ്മൾ പല്ല് ഡോക്ടറെ അടുത്തേക്ക് മിക്കവാറും 90%, 95, 99% ആളുകളും എന്തെങ്കിലും പ്രോബ്ലം വരാത്തടത്തോളം കാലം ഡെൻറ്റിസ്റ്റിനെ കാണിക്കാറില്ല. നേരെ മറിച്ച് നമുക്കൊരു വീട്ടിലൊരു വെഹിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രീ ആയിട്ട് 5 സർവീസ് ഉണ്ടാവും. അല്ലെങ്കിൽ അത് കഴിഞ്ഞാലും നമ്മൾ കറക്റ്റ് റുട്ടീനായിട്ട് നമ്മൾ ഒരു 5000 കിലോമീറ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ 3000 കിലോമീറ്റർ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു 3 മന്ത് നമ്മൾ അത് സർവീസിന് ചെക്കപ്പ് നടത്തും. കാരണം എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ അതിന് വലിയ വലിയ ഡാമേജുകൾ വരും, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ പാർട്സുകൾ എക്സ്പെൻസീവ് ആണ്. എന്നാൽ നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ പല്ലുകൾക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ശ്രദ്ധ കൊടുക്കാറില്ല. നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും നമ്മൾ അതിനൊരു പ്രൊഫഷണൽ കെയർ, അതിൻ്റെതായ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ഇതിനെന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ടോ, എന്തെങ്കിലും അറ്റൻഷൻ വേണോ, ഇതിനെന്തെങ്കിലും ഡാമേജ് വരുന്നുണ്ടോ, എന്തൊക്കെയാണ് ഇതിന് വരാവുന്ന പ്രശ്നങ്ങളെന്ന് ഇതൊരു പ്രശ്നങ്ങൾ വരാത്തോടത്തോളം കാലം നമ്മൾ ഒരിക്കലും മിക്കവാറും ആളുകൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകാറില്ല. എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാത്രമാണ് ട്രീറ്റ് ചെയ്യുക. ശരിയല്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? പക്ഷെ നമ്മൾ ഡെയിലി നമ്മളെ ആരോഗ്യത്തിനെ തന്നെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഭക്ഷണം നമ്മൾ ഡെയിലി കഴിക്കുന്നത് വായിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു കെയർ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം. നമ്മളൊരു ഓറൽ ക്യാവിറ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് എല്ലാവരും കാണുന്നത് പല്ലാണ്. പല്ല് നമുക്ക് എന്തിനാണ്?
പല്ല് എന്തിനൊക്കെ നമുക്ക് ഉപകാരമുണ്ട്? പല്ലില്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നം? ആഹാരം ചവച്ച് കഴിക്കാനായിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ പിന്നെ നമ്മുടെ മുഖത്തിന്റെ സ്ട്രക്ചർ നിൽക്കുന്നത് യെസ് യെസ് നമ്മളെ ബ്യൂട്ടി, നമ്മൾ പല്ലില്ലെങ്കിൽ നമ്മളെ ബ്യൂട്ടിനെ വളരെ ബാധിക്കും. നമ്മൾ പല്ലില്ലാണ്ട് ഒരു മുമ്പത്തെ നമുക്കറിയാം, ഞാൻ ക്ലിനിക്കിലൊക്കെ ഉള്ള അല്ലെങ്കിൽ കോളേജിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഒരാളൊരു ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ എൻ്റെ നാട്ടിൽ തന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമ്യൂസ്മെൻറ്റ് സയൻറ്റിഫിക്കലി കുറച്ച് പ്രശ്നമുള്ളത് കാരണം നമ്മൾ ആ സ്ലൈഡിങ് വന്നിട്ട് ചിലപ്പോൾ ലാൻഡിങ് കറക്റ്റ് ആകുന്നില്ല, വന്നിട്ട് കുറച്ച് ഓവർ പോയിട്ട് എവിടെ ഭാഗത്ത് ഹിറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ അതിൽ കയറിയ ആളുകളുടെയൊക്കെ കുറച്ച് പേരുടെയൊക്കെ പല്ലുകൾ പോയി. കാരണം ഇത് കറക്റ്റ് നിൽക്കാത്തത് കാരണം ആ വെള്ളത്തിൽ വരുന്ന സാധനം കുറച്ച് പോയിട്ട് അവിടെ ഹിറ്റ് ചെയ്തിട്ട് പല്ല് പൊട്ടിയിട്ട് 2-3 പേര് എൻ്റെ അടുത്ത് വരുന്നുണ്ടായി. അപ്പോൾ അവർ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നേരെ വരുന്നത് ക്ലിനിക്കിലേക്കാണ്. കാരണം അവരുടെ പല്ല് പൊട്ടിയത് വേറൊരാൾ കാണാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരാളോട് ഒരു പല്ല് വെക്കണം അല്ലെങ്കിൽ പല്ല് നേരാക്കണം, ഗ്രൈൻഡ് ചെയ്യണം എന്നോ അല്ലെങ്കിൽ പറയുമ്പോൾ അവർ പറയും, സാറേ ഈ 2-3 ദിവസം ഞാൻ എന്താ ചെയ്യുക, തൽക്കാലം എനിക്ക് അവിടെ എന്തെങ്കിലും വെച്ച് തരുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും, ഇപ്പോൾ കൊറോണയ്ക്ക് വന്നതിന് ശേഷം നമുക്കൊക്കെ അനുഗ്രഹമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ജലദോഷമാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. അതിന് മുമ്പാണെങ്കിൽ നമ്മൾ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഇയാളെന്തോ മാറാരോഗ്യമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ നമ്മളൊരാളെ മാസ്ക് വെച്ച് കണ്ടു കഴിഞ്ഞാലും നമുക്ക് പറയാം ജലദോഷം ആയതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് സ്പ്രെഡ് ആവണ്ടെന്ന് വിചാരിച്ചാൽ മതി വിചാരിക്കും. അപ്പോൾ നമ്മൾ പറയും നമ്മളെ പല്ലില്ലാണ്ട് അല്ലെങ്കിൽ പല്ല് പൊങ്ങിയതായിട്ട് പല ആളുകളുണ്ട്. നമ്മൾ പല്ല് പൊങ്ങിയ ആളുകളുടെ ഓട്ടോമാറ്റിക്കലി അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ സംസാരിക്കുന്ന സമയത്ത് അറിയാണ്ട് അവരെ കൈ ഇങ്ങനെ പൊങ്ങി വരും. കാരണം എന്താ, അവരെ പല്ലുമൊക്കെ ആളുകൾ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ പൊങ്ങിയിട്ടാണോ എന്ന് അയാൾക്ക് തന്നെ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മളെ കോൺഫിഡൻസിന് ഇതിനൊക്കെ ബാധിക്കും. അപ്പോൾ ഒന്നാമത് നമ്മളെ സ്പീച്ച് ഒന്ന് സ്വാലോയിങ്, അതായത് ചവച്ചരച്ച് കഴിക്കാൻ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത് നമ്മൾ സ്പീച്ച്, പിന്നെ നമ്മൾ പിന്നെന്താണ് ഓവറോൾ അപ്പിയറൻസിന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എസ്തെറ്റിക് ഫങ്ഷനൊക്കെ. ഇനി 2 തരം ഡെൻറ്റിഷൻ ഉണ്ട്, ഡെസിഡിയസ് ഡെൻറ്റിഷനും പെർമനൻ്റ്. അതായത് കുട്ടികളുടെ പല്ലുകളും വലിയ ആളുകളുടെ പല്ലും. കുട്ടികൾക്ക് എത്ര പല്ലുണ്ടെന്ന് ആർക്കെങ്കിലും അറിയോ? കുട്ടികൾ ഇതൊക്കെ നമുക്ക് ബേസിക് അറിഞ്ഞിരിക്കേണ്ടത് മാത്രമാണ് ചോദിക്കുന്നത്. 20. എത്രയാ? 5 വയസ്സുള്ള കുട്ടിക്ക് 20 പല്ല്. വെരി ഗുഡ്, വെരി ഗുഡ്. 5 വയസ്സുള്ള കുട്ടിക്ക് 20 പല്ല്. അതായത് നമ്മൾ ഒരു 2.5 വയസ്സാവുമ്പോഴേക്ക് 20 പല്ല് വരും. നമ്മൾ എത്രാമത്തെ മാസത്താണ് ആദ്യം പല്ല് വരുന്നത് അറിയാം നിങ്ങൾക്ക്? അമ്മമാരും അച്ഛന്മാരും അല്ലെങ്കിൽ വീട്ടിൽ ചെറിയ കുട്ടികൾ 6 മാസം കഴിയുമ്പോൾ വരും, ഒന്ന് തുടങ്ങുമല്ലോ. 6 മാസം ആകുമ്പോൾ താഴത്തെ പല്ല് വന്ന് തുടങ്ങും. അത് 2.5 വയസ്സാകുമ്പോഴേക്കും നമുക്ക് 20 പല്ല് വരും. ഈ 20 പല്ലും പറയും. അപ്പോൾ നമ്മൾ പൊതുവേ ഉള്ള ധാരണ നമ്മൾ വായിൽ വരുന്ന എല്ലാ പല്ലും പറയുന്നതാണ് മിക്കവാറും ആളുകൾ വിചാരിക്കുക. അവിടെയാണ് നമ്മൾ മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം പറയാനുള്ള പല്ലുകളല്ലേ, ഞാൻ എന്തിനത് നോക്കുന്നതെന്ന് വിചാരിച്ചിട്ട് കുറേ ആളുകൾ മൈൻഡ് ചെയ്യില്ല. ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, നമ്മളെല്ലാ വീടുകളിലും ഇഷ്ടം പോലെ ചോക്ലേറ്റ്സും ബേക്കറി ഇഷ്ടം പോലെ ഉള്ള. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ വിരുന്ന് വരുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കേഷനാണ് നമുക്കിത് കിട്ടുക. ഇതിപ്പോൾ ഇഷ്ടം പോലെ നമ്മളെ സ്റ്റോക്ക് വീട്ടിൽ തന്നെ ഉണ്ടാവും. എന്നാൽ ഇത് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അവരുടെ ബ്രഷിങ് കറക്റ്റ് ആവുന്നുണ്ടായില്ല. നമ്മളാണെങ്കിൽ കറക്റ്റ് ചെക്കപ്പ് നടത്തുന്നില്ല. അപ്പോൾ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ്സ് ഇത് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോയി കിടക്കുമ്പോൾ പകലുള്ള സമയത്താണെങ്കിൽ നമ്മൾ വായിലുള്ള വേറൊരു സാധനമാണ് ഉമിനീര് അതിങ്ങനെ വാഷ് ചെയ്തിട്ട് അത് ഫ്ലഷ് ആവും ഡേ ടൈമിൽ. നൈറ്റ് ആകുമ്പോൾ അത് വായിൽ അങ്ങനെ കെട്ടിക്കിടക്കുമ്പോൾ അത് എന്ത് ചെയ്യും, ഈ ബാക്ടീരിയക്ക് തിന്നാനുള്ള ഫുഡായി. അപ്പോൾ ഈ ബാക്ടീരിയ ഈ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ ഫുഡിൻ്റെ പാർട്ടിക്കിൾ ബാക്കിയുള്ളതോ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് ഉണ്ടാക്കും. ഈ ആസിഡ് പല്ലുമ്പോൾ നിൽക്കുമ്പോഴാണ് പല്ലിൻ്റെ ഉറപ്പ് കുറയുന്നത്, കാൽഷ്യം വലിച്ചെടുക്കും. അങ്ങനെ ചെറിയൊരു സുഷിരം ഉണ്ടാവും. അതിൽ പിന്നെ ഇങ്ങനെ ഉമിനീരും ഫുഡും ഇരുന്ന് അതിങ്ങനെ ഗ്രാജ്വലി മാസങ്ങളെ കൊണ്ടോ വർഷങ്ങളെ കൊണ്ടോ ആണ് ഈ പല്ലുകൾ കേടുവരുന്നത്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും സ്ട്രോങ് ആയ സാധനം ഏതാണെന്നറിയോ? ഇനാമൽ. അത് ഈ 96% അതിൽ കാൽഷ്യമാണ്. നമ്മൾ കാൽഷ്യം എന്ന് പറയുന്നത് കക്കയുടെ എല്ലും പല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാൽഷ്യമാണ്. ബാക്കിയുള്ള ഒരു 4% മാത്രമാണ് എന്ത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുള്ളൂ. ഓക്കെ, ഈ ഇനാമൽ ഒരിക്കലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോശങ്ങൾ നശിച്ചു. രണ്ടാമത് അവിടെ ഇനാമൽ ഉണ്ടാവുന്നില്ല. നേരെ മറിച്ച് നമ്മൾ കൈമ ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരാഴ്ച കൊണ്ട് അത് മാറില്ലേ? കത്തി കൊണ്ട് കഴിഞ്ഞാൽ അമ്മമാരും ചേച്ചിമാരും എല്ലാവരും ഉണ്ടാവുമല്ലോ ഇതിൽ. കത്തുണ്ടായാലോ അല്ലെങ്കിൽ ബ്ലേഡ് കൊണ്ടാലോ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ മുറി ഉണ്ടായെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അത് ഹീലായിട്ട് ഉണങ്ങിയിട്ടുണ്ടാവും, പഴയ പോലെ ആയിട്ടുണ്ടാവും. നേരെ മറിച്ച് ഇനാമലിൽ ഒരു സ്ക്രാച്ച്, ഒരു പൊട്ട് വീണു അല്ലെങ്കിൽ ഒരു ക്യാരീസ് വന്നു അല്ലെങ്കിൽ കേട് വന്നു, ഒരിക്കലും അതിന് രണ്ടാമത് റിപ്പയർ ആവില്ല. കാരണം അതിൻ്റെ കോശങ്ങൾ അവിടെ ഇല്ല.
ഒരിക്കൽ ഇനാമൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോശങ്ങൾ ഓൾറെഡി നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇനാമൽ ഇത് അത്രയും സ്ട്രോങ് ആണ്. നമ്മൾ എല്ലിൽ 60% ഒക്കെ ഉള്ളൂ ഈ കാൽഷ്യം, എല്ലിലൊക്കെ ഉള്ള ഒരു 40% 45%. അപ്പോൾ എല്ലിനേക്കാളും എത്രയോ സ്ട്രോങ് ആണ് നമ്മളെ ഇനാമലുള്ള. അപ്പോൾ അത്രയും സ്ട്രോങ് ആയ പല്ലുകളെ കേട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും നെഗ്ലക്റ്റ് ചെയ്യണം. തീരെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് അത്രയും. അപ്പോൾ നമ്മൾ ഒരു ചെറിയ സുഷിര ഉണ്ടായി, അതിൽ ഫുഡ് പോയിരുന്ന് അതിങ്ങനെ ഗ്രാജുവലി വലുതായിട്ടാണ് ഇത് ഉണ്ടാകുന്നത്. ഇനി നമ്മളെ വലിയ ആളുകൾക്ക് എത്ര പല്ലുണ്ട്? പ്രായപൂർത്തിയായി കഴിയുമ്പോൾ 32 പല്ലുണ്ടാവും. ആരോഗ്യമൊക്കെ നല്ലതാണ്, സ്വഭാവമൊക്കെ നല്ലതാണ്, ഈ 32 പല്ലുണ്ടാവും. ഓക്കെ അല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ 32 അപ്പോൾ 28 നമ്മൾ പല്ലുകളുടെ പേരുകൾ അറിയാം. ഒന്ന് ഇൻസിസർ എന്ന് പറയും, സെൻട്രൽ ഇൻസിസർ, ലാറ്ററൽ ഇൻസിസർ, കെനൈന്, പ്രീമോളർ, അന്ന് നിർബന്ധമല്ല. അപ്പോൾ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6ാമത്തെ പല്ല് നമ്മൾ കുട്ടികളുടെ പല്ല് പറയാനുള്ളതാണോ അല്ലേന്ന് അറിയാനുള്ള ഒരു ചെറിയ ട്രിക്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ 20 പല്ല് എന്ന് പറയുമ്പോൾ ഓരോ മുകളിൽ 10ഉം താഴെ 10ഉം പല്ലാണ് ഉള്ളത് കുട്ടികൾക്കുള്ള. ഒരു സൈഡിലേക്ക് 5 എണ്ണം, ഈ സൈഡിലേക്കും 5 എണ്ണം, അങ്ങനെ 4 20, അതാണ് 20 പല്ല്. ഈ 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും പല്ലുകൾ ഒരിക്കൽ മാത്രമേ വരുള്ളൂ. അത് നല്ല ശ്രദ്ധിച്ച് വെച്ചാൽ മതി. സെൻട്രലിൽ നിന്ന് 6ാമത്തെയും 7ാമത്തെയും 8ാമത്തെയും പല്ലുകൾ ഒരിക്കൽ മാത്രമേ, അതാണ് മോളാഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ നമ്മൾ ആദ്യം വായിൽ വരുന്ന പറയാത്ത പല്ല് ഏതാന്ന് പറയാൻ പറ്റും? വായിൽ വരുന്ന പറയാത്ത പല്ല് ആദ്യം വരുന്നത് ഗസ് ചെയ്താൽ. പ്രീമോളർ. പ്രീമോളർ അല്ല. ഞാൻ പറയാം. അതായത് നമ്മളെല്ലാവരും വിചാരിക്കുക മുമ്പാകത്തെ പല്ല് പറഞ്ഞിട്ടാണ് ആദ്യം വരുന്നത്. അതല്ല, അതിനും മുമ്പ് 6ാമത്തെ വയസ്സിൽ ഫസ്റ്റ് വരുന്നത്. ഞാൻ ഈ പറഞ്ഞ 5 പല്ലുകൾക്ക് ശേഷം 6ാമത് ഫസ്റ്റ് മോളാറാണ് ആദ്യം വരിക. അവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്നത്. അപ്പോൾ 6ാമത്തെ വയസ്സിൽ പറഞ്ഞാൽ കുട്ടി എത്രാം ക്ലാസ്സിലായിരിക്കും? 1ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 2ാം ക്ലാസ്സിൽ ഒക്കെ ആയിരിക്കൂലേ? 1ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കൂലേ, LKG UKG കഴിഞ്ഞ് അല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ മിഠായി കിട്ടുന്ന സമയമാണ്, ആണോ അല്ലേ? നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എന്താണ് പ്രവേശനോത്സവം, അത് കഴിഞ്ഞ് ഓരോ ദിവസം ഓരോരുത്തരുടെ ബർത്ത്ഡേ, അങ്ങനെ കുട്ടിക്ക് അത്രയും മിഠായിയും ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ സ്കൂൾ കുട്ടി തുടങ്ങിയപ്പോൾ അവർക്ക് ഗിഫ്റ്റും ബാക്കി ചോദിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്താണ് ഈ പല്ല് വരുന്നത് 6ാമത്തെ വയസ്സിൽ. അപ്പോൾ ആ പല്ല് പറയില്ല എന്നുള്ളത് മിക്കവാറും ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ വായിലുള്ള കുട്ടികളുടെ പല്ലൊക്കെ പറയുന്നതാണ് മിക്കവാറും ആളുകൾ ധരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ആ പല്ലുകൾക്ക് കേട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഫസ്റ്റ് മോളർ മിക്കവാറും ഇപ്പോൾ വരുന്ന ക്ലിനിക്കിലെ കുട്ടികളിൽ ആ പല്ലുകളായിരിക്കും ആദ്യം കേട് വരുന്നത്. കാരണം എന്താ, അവർ അത്രയും ചോക്ലേറ്റ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് പറയുന്നതല്ലേ വിചാരിച്ച് മൈൻഡ് ചെയ്യാണ്ടിരിക്കും. അത് മാത്രമല്ല, ഈ കുട്ടികളുടെ പല്ലുകൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുറേ മിത്തുകളുണ്ട്. ബേബി ടീത്തിന് കുട്ടികൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ പറയാനുള്ള പല്ലുകളാണെന്ന്. അവിടെയാണ് പ്രശ്നം. കാരണം നമ്മൾ ഈ 6ാമത്തെ വയസ്സ് മുതൽ നമ്മൾ പറയാത്ത പല്ലും നമ്മുടെ വായിലുണ്ട്. ഓക്കെ, ഈ 6ാമത്തെ വയസ്സ് മുതൽ 12ാമത്തെ വയസ്സ് വരെ പറയുന്ന പല്ലുകളും പറയാത്ത പല്ലും വായിലുണ്ട്. 12 വയസ്സാകുമ്പോഴേക്കും നമ്മളുടെ ഈ പറഞ്ഞ 20 പല്ലും പറഞ്ഞു പോയിട്ട് ഏകദേശം എല്ലാം പുതിയതായിട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അഡൾട്ട് ടൂത്താണ്. പക്ഷേ ഈ വായിൽ കേടുള്ള കുട്ടികളുടെ പല്ലുകൾ ഉണ്ടാവുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറയാത്ത പല്ലുകളും കൂടി, നമ്മളൊരു ഓറഞ്ച് കേട് വന്നത് ഒരു കൊട്ടയിൽ വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് കൂട്ടത്തിൽ വെച്ച് എന്താ സംഭവിക്കുക? ബാക്കി ഓറഞ്ചൊക്കെ കേട് വരില്ലേ? അതേപോലെ നമ്മളൊരു കേട് വന്ന പല്ല് നമ്മൾ വായിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മളുടെ എല്ലാ നല്ല പല്ലുകളും കേട് വരാനത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഫുഡ് ഇരിക്കും. എത്രയാണെങ്കിലും ചെറിയ കുട്ടി ഇപ്പോൾ ബ്രഷ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫുള്ള് ഫുഡ് കളയുന്ന അവർ മെനക്കെടൂല, അവർക്ക് അതിന് ഇമ്പോർട്ടൻസും അറിയില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രാജുവലി ബാക്കി എല്ലാ പല്ലുകളും കേടുവരാൻ അത് കാരണമാവും. അപ്പോൾ നമ്മൾ ഈ കുട്ടികളുടെ പല്ല് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക അവരെ പല്ലുകളെല്ലാം പറഞ്ഞതാണോ, പറയാൻ അതിൽ എന്തെങ്കിലും ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ചെറിയ വരകളെ ചിലപ്പം കാണുള്ളൂ, ഫുഡ് ഇരിക്കണം എന്നൊന്നുമില്ല. അതാണ് സ്റ്റാർട്ടിങ്. ചെറിയ ക്യാരീസിൻ്റെ ബ്ലാക്ക് ലൈൻസ് കാണാം. അങ്ങനെ കാണുമ്പോഴേ പിന്നെ എന്താണ് പോയിട്ട് ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് ഇത് റിപ്പയർ ചെയ്യുക. നമ്മളെല്ലാവരും പറയും ഡെൻറ്റിസ്ട്രി ഭയങ്കര എക്സ്പെൻസീവാണ് പറയാറില്ലേ? പല്ല് ഡോക്ടർമാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ചാർജാണെന്ന് പറയാറില്ലേ? പല്ലുമ്മ തൊട്ട് കഴിഞ്ഞാൽ പൈസ പോവില്ലേ? അതെന്തുകൊണ്ടാ? നമ്മളൊരു ചൊല്ലുണ്ട്, ഡെൻറ്റിസ്ട്രി ഈസ് നോട്ട് എക്സ്പെൻസീവ്, നെഗ്ലക്റ്റ് ഈസ്. അതായത് നമ്മൾ പല്ല് ഡെന്റൽ നല്ല പണ്ടായി കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ അവിടെ എത്തണത്. അതെ, ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ. വണ്ടിയുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അതേപോലെ തന്നെ കറക്റ്റ് റുട്ടീനായിട്ട് ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ വണ്ടിയുടെ സർവീസിന് ചെറിയ ചാർജ് ഉള്ളൂ. നേരെ ഒന്നും ചെയ്യേണ്ട, അവസാനം എഞ്ചിൻ പണി ആവില്ല അവസാനം. അപ്പോൾ നമ്മൾ ആ സാധനം മാറ്റണം, ഈ സാധനം മാറ്റണം, അത് കേടുന്ന കഴിഞ്ഞാൽ നേരാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് റുട്ടീനായിട്ട് വർഷത്തിൽ ഒരു ചെക്കപ്പ് നടത്തുന്ന ഒരാളാണെങ്കിൽ
നമ്മളെ പല്ലുകൾക്ക് വലിയ ഡാമേജ് വരില്ല. കാരണം എന്താ ഡാമേജ് വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിലെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെറിയ എക്സ്പെൻസിൽ ശരിയാക്കാൻ പറ്റും. നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് വേദനയൊക്കെ വന്ന് റൂട്ട് കനാൽ ചെയ്യണം, കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രൊസീജിയറിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ ചെക്കപ്പ്, അതായത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് എക്സ്പെൻസീവ് ആവുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഓറൽ ക്യാവിറ്റിയിൽ കാണുന്ന പറയുന്നത് നമ്മൾ ഈ ഉമിനീര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ദൈവം തന്ന അനുഗ്രഹങ്ങളാണ് ഇതൊക്കെ. അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയണമെങ്കിൽ നമുക്ക് ഒരു 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 ദിവസം നമ്മളെ വായിൽ ഉമിനീര് വരുന്നില്ല എന്ന് വിചാരിക്കും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ബേൺ ചെയ്യും. കാരണം എന്താ, നമ്മൾ ഈ നാവുകൾ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഈ പിന്നെ നോയമ്പ് മാസങ്ങളിലൊക്കെ, റംസാൻ മാസമോ അല്ലെങ്കിൽ നമ്മൾ വൃശ്ചിക മാസങ്ങളിൽ നമ്മൾ നോയമ്പ് എടുക്കൂലേ, എല്ലാ മനുഷ്യരും എടുക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് നാവ് ഒട്ടിയിട്ട് പോലും ബുദ്ധിമുട്ട്. ഹലോ നൗഫൽ സർ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? റേഞ്ച് പോയിട്ടുണ്ട് തോന്നുന്നു. ഹലോ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കട്ടായി പോയ മനസ്സാറ്. നമുക്ക് ഇവരെ കാണാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല. എന്തോ റേഞ്ച് ഇഷ്യൂ തോന്നുന്നുണ്ട്. ജസ്റ്റ് സ്റ്റെക്ക് ആയിട്ട് കട്ടായി പോയതാണ്. റീജോയിൻ ചെയ്യുന്നു നോക്കാം. ഇപ്പൊ ജോയിൻ ആവും. വരുന്നുണ്ട്.
ഹലോ ഹലോ എല്ലാരും പോയോ? ഇല്ല, ഇവിടെ ഉണ്ട്. എവിടെ ഉണ്ട്? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും സാധനം വേറെ എന്തെങ്കിലും ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മുടെ നിങ്ങൾ സൂമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേരിൽ കുറേ നമ്മുടെ പഴയ ഗ്രൂപ്പുകളുടെ പേരൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ സബ് ഗ്രൂപ്പിന്റെ പേര് നമ്മൾ ലീഡേഴ്സും മെന്റേഴ്സും ഒക്കെ പേര് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം കേട്ടോ. എവിടെ ലീഡേഴ്സ് എന്ന് പറയാവോ, എന്താണ് സബ് ഗ്രൂപ്പിന്റെ ഒക്കെ അപ്ഡേഷൻസ്? ഹലോ മാജിക് മോർണിംഗ് ഓക്കെ, മാജിക് മോർണിംഗ്. സബ് ഗ്രൂപ്പ് നമ്മൾ മാക്സിമം ആക്റ്റീവ് ആക്കാനുള്ള ശ്രമത്തിലാണ്. ഓക്കെ നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് ഇപ്പൊ ഇന്നും 3 പേരാണ് പങ്കെടുത്തത്. ഓക്കെ 4 പേരാണ് ലീഡേഴ്സ് അല്ലാതെ 4 പേരാണ് ഉള്ളത്. അതിലൊരു രണ്ടാള് പങ്കെടുക്കാറില്ല. ഓക്കെ ഓക്കെ നിങ്ങൾ മൂന്നാള് പങ്കെടുത്തിട്ടുണ്ട്. പേര് എന്താണ് പാർട്ടിസിപ്പൻസിന്റെ പേര് ഇതൊക്കെ നിങ്ങൾ എന്ത് ഗ്രൂപ്പിൽ ഇടാ കേട്ടോ. ഇടാറുണ്ട്. ഓക്കെ, അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോളൂ. ചെയ്യാത്തവരോട് ചോദിക്കുകയായിരിക്കും, അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്താണ് ജോയിൻ ചെയ്യാത്ത എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അവരുടെ നിന്ന് ചോദിച്ചാൽ മതി. കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരാള് പറഞ്ഞത്, സാജൻ സാറ് പറഞ്ഞത് വ്യാഴവും വെള്ളിയും മാത്രമേ കയറാൻ പറ്റുള്ളൂ. സാർ എന്തോ കരാട്ടെ എന്തോ പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഇതിലാണ്. പിന്നെ ഒരാള് മെഡിറ്റേഷന് മാത്രം ജോയിൻ ചെയ്തതാണ്. ഓക്കെ, എവിടെ നെക്സ്റ്റ് ലീഡർ ആരായിരുന്നു? മാജിക് മോർണിംഗ്. ഓക്കെ, മാജിക് മോർണിംഗ് മാം. നമുക്ക് നിലവില് 6 പേരാണുള്ളത്. അതായത് വെള്ളിയുടെ അല്ലാണ്ട് ബാക്കി 6 പേര്. ഹലോ മാഡം. ഓക്കെ, നൗഫൽ സർ. ഓക്കെ, സോറി കേട്ടോ, ഞാൻ എൻ്റെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ, ഞാൻ മോളുടെ ഫോണിൽ നിന്നാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്നതേ, അപ്പൊ നമ്മൾ ഈ ഉമിനീര് ഇല്ലാത്തൊരു അവസ്ഥ നമ്മൾ ഈ ഡെന്റിസ്റ്റുകൾക്ക് റെഫർ ചെയ്യും, പിന്നെ ഈ RCC എന്നല്ല. അത് എന്തുകൊണ്ടായിരിക്കും കാരണം? നമ്മൾ ഈ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വായിൽ ക്യാൻസറോ അല്ലെങ്കിൽ ഹെഡ് ആൻഡ് നെക്ക് റീജിയനിൽ എന്തെങ്കിലും ക്യാൻസർ വന്നു കഴിഞ്ഞാൽ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ ഉമിനീരിൻ്റെ സെക്രീഷൻ കുറയും. നമ്മൾ ഈ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അവിടെ ഹൈപ്പോ സെല്ലുലാരിറ്റി, ഹൈപ്പോ വാസ്കുലാരിറ്റി, ഹൈപ്പോക്സിയ എന്ന് പറയും. അതായത് അങ്ങോട്ടുള്ള രക്തോട്ടം കുറയും, അവിടുത്തെ എല്ലാ കോശങ്ങളും ഒക്കെ പിന്നീട് രണ്ടാമത് ഡിവിഷൻ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാൻ അതിൻ്റെ ഹെൽത്തി സെല്ലായിരിക്കില്ല ആ ഭാഗത്തുണ്ടാവുക. അപ്പോൾ അതിനുശേഷം അവിടെ വല്ല പല്ലും എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ എന്താ പറയുക, പിന്നെ അവിടെ ബോണെല്ലാം ഗാംഗ്രീൻ ആവും, അതായത് പല്ല് അവിടെ റിപ്പയർ നടക്കില്ല. അപ്പോൾ അത് കാരണം അയാൾക്ക് മുറിവ് വന്ന് ആ എല്ലുകൾക്ക് ഇൻഫെക്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ RCCക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് അവരോട് എല്ലാ പല്ലുകളും കേടുവന്നിട്ടുണ്ടെങ്കിൽ ആ കേടുവന്ന പല്ലുകൾ എടുക്കാനോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനോ എന്നിട്ട് അത് പല്ലുകൾ ക്ലീൻ ചെയ്യാനോ ഒക്കെ പറഞ്ഞേക്കാറുണ്ട്. അതുപോലെ വേറൊരു സംഭവം, നമ്മൾ ഓറൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ ടങ്ങിൽ തന്നെ ഒരുപാട് നമ്മൾ ടങ് ക്ലീനർ യൂസ് ചെയ്യാറില്ലേ? ടങ് ക്ലീനർ ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ ടങ് ബ്രഷുകൾ ഉണ്ടാവും. നമ്മൾ ഓവറായിട്ട് ടങ് ക്ലീനർ, നമ്മുടെ ടങ്ങിൽ ഫുള്ള് ടേസ്റ്റ് ബഡ്സ് അല്ല, നമ്മൾ ടേസ്റ്റ് അറിയാനുള്ള ചെറിയ മുകുളങ്ങളാണുള്ളത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ വടിച്ച് കളയുന്നതിനേക്കാൾ നല്ലത് ഒന്ന് ബ്രഷ് ചെയ്താൽ മാത്രം മതി. നമ്മൾ ഓവറായിട്ട് ടങ്ങുകളെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മൾ പലപ്പോഴും പല അസുഖങ്ങളും നമ്മളൊരു എന്താ പറയുക, ഒരു ഹാർട്ട് വാൽവ് ഡിസീസ് ഉള്ള ഒരാളാണെങ്കിൽ വിചാരിക്കും, കാർഡിയാക്ക് പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ഒരാളാണെങ്കിൽ, ഇതിൻ്റെയൊക്കെ ആദ്യത്തെ അല്ലെങ്കിൽ ഒരു മീസിൽസ് കിട്ടില്ലേ, നമ്മുടെ എന്താ പറയുക മീസിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ 5ാം പനി എന്തോ പറയും. അപ്പോൾ അതിൻ്റെയൊക്കെ ഓറലിൽ വായിലാണ് അതിൻ്റെ സിംറ്റംസ് ഒക്കെ ആദ്യം കാണുക. നമ്മൾ HIV ഉള്ള ഒരു എയ്ഡ്സ് ഉള്ള ഒരു പേഷ്യൻസിന് ഓറൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വായിൽ തന്നെ ഏകദേശം 24ഓളം ലക്ഷണങ്ങൾ കാണും ഒരു എയ്ഡ്സ് ഉള്ള ആൾക്ക്. അതിൽ ഒന്നാണ് ഈ കാൻഡിഡിയാസിസ്.
നമ്മൾ ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ കിടപ്പിലായ ഒരു രോഗി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അവരുടെ വായിൽ നമ്മൾ കാനഡിയാസിസ് വൈറ്റ് ഇങ്ങനെ ഒരു പാട പോലെ ഇങ്ങനെ നമ്മൾ പുവർ ഓറൽ ഹൈജീൻ ആണെങ്കിൽ, നമ്മൾ ഓറൽ ഹൈജീൻ നേരെ ശ്രദ്ധിക്കാത്ത ആളുകളാണെങ്കിൽ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരും. ഓക്കെ. പിന്നെ ചില കുട്ടികൾക്ക് ജന്മന ചെറിയ പല്ലുകളുണ്ട്, ജനിക്കുമ്പോഴേ പല്ലുണ്ട്. ശരിക്കും 6 മാസം കാര്യമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഹെയറി ടങ് എന്ന് പറയും. ഹെയറി ടങ്, ടങ്ങിൽ ഹെയർ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹെയറി ടങ്, ടങ്ങിൽ ഹെയറുമായിട്ട് നീളത്തിൽ നമ്മൾ ചിലപ്പോൾ തീരെ ടങ് ക്ലീനറോ അല്ലെങ്കിൽ ടങ് ബ്രഷ് ചെയ്യാത്ത, തീരെ ഓറൽ ക്യാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത ആളുകൾക്ക് നമ്മൾ ഈ വായിൽ മുകുളങ്ങൾ കുറച്ചിങ്ങനെ നീണ്ടിട്ട് അത് കോഫി അല്ലെങ്കിൽ ഇതുപോലെ ചായ അതിൻ്റെയൊക്കെ സ്റ്റെയിൻ പിടിച്ചിട്ട് ഹെയർ പോലെ കാണാൻ പറ്റും. ഓക്കെ, അതാണ് ഹെയറി ടങ്. പിന്നെ നമ്മൾ പുവർ ഓറൽ ഹൈജീൻ ആണ് ക്യാൻഡിഡ്. ചില ആളുകൾക്ക് ഉണ്ടാവും ഇങ്ങനെ കോർണർ ഓഫ് ദ മൗത്തിൽ ഇങ്ങനെ ഒരു ക്രാക്ക് ഉണ്ടാവും, അതൊരു ക്യാൻഡിഡൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് കാണുക. ചെറിയ ആളുകൾക്ക് വയസ്സായ പാൻപരാഗ് ഇതൊക്കെ ഹാൻഡ്സ് ഇതൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാവും. പിന്നെ നമ്മൾ വായിൽ പൊട്ടിയ പല്ലുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേടുവന്ന പല്ലിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവും. പല്ലിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവും. മോണയില് മുറിവൊക്കെ ഉണ്ടായി. ഓക്കെ, അതായത് നമ്മൾ പല്ലിൽ നിന്ന് ക്യാൻസർ ഉണ്ടാവില്ല, നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തും ക്യാൻസർ ഉണ്ടാകുന്ന പോലെ ഓറൽ ക്യാവിറ്റിയിൽ വായിൽ ക്യാൻസർ ഉണ്ടാവാം. പക്ഷെ നമ്മൾ ഈ പല്ലുകൾ, ഷാർപ്പായ പല്ലുകൾ ഉണ്ട് വിചാരിക്കും, നമ്മൾ തീരെ പല്ല് മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പൊട്ടിയ പല്ലുകൾ ഉണ്ടെങ്കിൽ അത് നാവിൽ ഇടയ്ക്കിടയ്ക്ക് ഒരഞ്ഞ് മുറിവാകുന്നുണ്ടെങ്കിൽ കവിളുകളിൽ മുറിവാകുന്നുണ്ടെങ്കിൽ അത് ക്യാൻസറിന് കാരണമാവും. ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കും, പലപ്പോഴും ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും, ആ ഡെന്റിസ്റ്റ് അടുത്ത് പോയിട്ട് പല്ല് പറിച്ചതിന് ശേഷമാണ് ക്യാൻസർ വന്നതെന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് വെച്ചാൽ ഓൾറെഡി അവിടെ ക്യാൻസർ ഉണ്ടാകുമ്പോൾ ആ ഭാഗത്തെ പല്ലുകൾ ഇളക്കം സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പല്ലെടുത്തിട്ട് അവർ മുറി ഉണങ്ങാണ്ടിരിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ക്യാൻസർ ആണെന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ പല്ല് പറിക്കാൻ വരുന്ന എല്ലാവരോടും ഇപ്പോൾ നമ്മൾ ക്യാൻസറിന് ടെസ്റ്റ് ചെയ്യുന്നത് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും, ഇങ്ങനെ സ്പ്രെഡായിട്ട് പല്ല് പറിച്ചതിന് ശേഷം ക്യാൻസറായി മാറിയെന്ന് പറയാണ് ഉണ്ടാവാറ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയേണ്ടതുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി പറയാം, കാരണം ഇതിങ്ങനെ വൈഡ് ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ വായിൽ ഉമിനീര്, ഞാൻ പറഞ്ഞു ഉമിനീര്, നമ്മൾ എത്ര ഉമിനീര് ഗ്രന്ഥികൾ മെയിനായിട്ട് പരോട്ടിഡ് എന്ന് പറയും. ഒന്ന് നമ്മൾ ഈ മാംസം എന്താ പറയാ മുണ്ടിനീരൊക്കെ ഉണ്ടാകുന്ന ഒരു സാധനമല്ലേ, അതൊന്നുണ്ട്. പിന്നെ ഒരു സബ്മാൻഡിബുലർ പിന്നെ വായിൽ മില്യൺസ് ഓഫ് ചെറിയ ഉമിനീര് ഗ്രന്ഥികൾ വായിൽ നിറച്ചുണ്ട്. ചില ആളുകളുണ്ടാവും നമ്മൾ അറിയാണ്ട്, ചിലപ്പം നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, അറിയാണ്ട പല്ലുകൾ എവിടെയെങ്കിലും പോയി ഇടിച്ചു എന്ന് വിചാരിക്കും. പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു ബസ്സിലോ അല്ലെങ്കിൽ നമ്മൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സഡൻ ബ്രേക്ക് ഇട്ടു, അല്ലെങ്കിൽ ചുണ്ട് പോയിട്ട് പല്ല് കൂട്ടി ഇടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് ഈ ചുണ്ടിൽ ചെറിയൊരു ഒരു വളർച്ച അങ്ങനെ ഉണ്ടാവും, ഒരു സ്വെല്ലിങ്, ഒരു സാധനം, ഒരു ഉമിനീര് ഇങ്ങനെ നിറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ടാവും, ഒരു ബബിള് പോലെ ഉണ്ടാവും. അത് ചിലപ്പം പൊട്ടും, വീണ്ടും നിറയും, വീണ്ടും പൊട്ടും. അപ്പം മിക്കവാറും ചിലപ്പോൾ പല MBBS ഡോക്ടേഴ്സും അവർക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ട്, അവർ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് മനസ്സിലാവാഞ്ഞിട്ട് അവർ ചിലപ്പോൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടാറുണ്ട്. അതെന്താ വെച്ചാൽ മ്യൂക്കോസീൽ എന്ന് പറയും. ഞാൻ പറഞ്ഞില്ല, വായിൽ നിറച്ച് ഉമിനീര് ഗ്രന്ഥികളുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഇടിക്കുന്ന സമയത്ത് ആ ഉമിനീര് ഗ്രന്ഥി പൊട്ടിയിട്ട്, സാധാരണ ഉമിനീര് വായിലേക്കല്ലേ വരും, അപ്പോൾ പൊട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ ചെറിയൊരു എക്സ്ട്രാ പുറത്തേക്ക് ഇങ്ങനെ ഒരു ബബിളായിട്ട് വരും, അതിൽ ഉമിനീര് നിറയും, അപ്പോൾ വീർക്കും. അത് പൊട്ടുമ്പോൾ വീണ്ടും ചുരുങ്ങും, വീണ്ടും വീർക്കും. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ആ ചെറിയ ഉമിനീര് ഗ്രന്ഥി തന്നെ ചിലപ്പോൾ നമ്മൾ കളയേണ്ടി വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ആയി, ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വീണപ്പോൾ നമ്മൾ പല്ല് അങ്ങനെ തന്നെ താഴേക്ക് ഒരു ഊരിപ്പോന്ന് വിചാരിക്കും, പൊട്ടല്ല, ആ പല്ല് മുഴുവനായിട്ട് അങ്ങോട്ട് പോകുന്നു വിചാരിക്കും, ഒരു പല്ല്, മുമ്പത്തെ പല്ല്, എന്ത് ചെയ്യും? കേൾക്കുന്നില്ലേ? പല്ല് മുഴുവനായിട്ട് പോയാൽ എന്ത് ചെയ്യുന്ന? അതായത് പല്ല് മുഴുവനായിട്ടല്ല, ഒരു പല്ല് മുഴുവനായിട്ട് അങ്ങോട്ട് ഊരി പോകുന്നു, ഒരു പല്ല്, സിംഗിൾ പല്ല്, അതായത് പൊട്ടിയിട്ടല്ല പോകുന്നത്, മുഴുവനായിട്ട് ഊരി പോകുന്നു. നമ്മൾ കൂണൊക്കെ ഊരി പോരൂലേ, കൂണ്, മഷ്റൂം, അതുപോലെ മുഴുവനായിട്ട് ഊരി പോകുന്നു വിചാരിക്കും, എന്ത് ചെയ്യും? എടുത്തോണ്ട് വന്ന് ഡെന്റിസ്റ്റിനെ കാണിച്ചാൽ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന്? വെരി ഗുഡ്. ആ പല്ലിനെ നമുക്ക് വെക്കാൻ പറ്റും. ആ പല്ലിനെ ഇമ്മീഡിയറ്റ് നമ്മൾ വിത്തിൻ ഒരു ഹാഫ് ആൻ അവറിലൊക്കെ ആ പല്ലിനെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ വേറെ വായിലിനെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് നേരത്തെ വായിലിടുക, അല്ലെങ്കിൽ പാലുണ്ടെങ്കിൽ പാലിലിടുക. അങ്ങനെ വേഗം വായിലിട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മൾ പിന്നെ അത് ഉരച്ച് തേച്ച് കഴുകാൻ നിൽക്കരുത്, കാരണം അതുമുള്ള ആ നാരുകൾ അവിടെ തന്നെ വേണം. എന്നാൽ ഇമ്മീഡിയറ്റ്ലി പോയി കഴിഞ്ഞാൽ നമ്മൾ അതേ പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ തൊട്ട പല്ലുമൊക്കെ അതിങ്ങനെ ബോണ്ട് ചെയ്ത് വെക്കും, ഒട്ടിച്ച് വെക്കും. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒരു 50-60% ആ പല്ലുകൾ അവിടെ പിടിച്ച് കിട്ടും. ചിലപ്പോൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് നിറം വ്യത്യാസം എന്തെങ്കിലും വരും, എന്നാലും പ്രോബ്ലം അല്ല, നമ്മൾ ആ ഒറിജിനൽ പല്ലിനെ അവിടെ തന്നെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ടാണ് പേഷ്യൻസ് നമ്മുടെ അടുത്തേക്ക് വരിക, അവർക്ക് അറിയില്ല ഇത് തിരിച്ചു വെക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു നോളേജ് നിങ്ങൾ എന്ത് ചെയ്യുക,
എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അറിയാത്ത ആളുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ, എല്ലാവരും ഓരോ ജോലിയിൽ ഉള്ള ആളുകളൊക്കെ നിങ്ങൾ കറക്റ്റ് റുട്ടീനായിട്ട് പോകുന്നു. കാരണം 5 മണിക്ക് നിങ്ങൾ എല്ലാവരും ഈ നേരത്തെ എത്തുന്നത് വളരെ എനിക്ക് സന്തോഷം. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കാം. കുഞ്ഞുങ്ങളിൽ ഈ പല്ല് ഉന്തി വരൂലേ, ആ അതിന് നമ്മള് സാധാരണ കമ്പി ഇടാറല്ലേ. ഇപ്പം വേറെ പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ, ഏതാ മെച്ചമായിട്ടുള്ളത്? അതെന്താ വെച്ചാല് പണ്ട് നമ്മള് ഈ പല്ല് പൊങ്ങുന്നതന്നെ ഒന്നെങ്കിൽ എന്തിന് നമ്മൾ പറയാ എന്ത് 12 വയസ്സിന് ശേഷം എല്ലാ പല്ലും പറഞ്ഞു വന്നതിന് ശേഷം കമ്പി ഇടാം. ഇനി അതുമല്ല ഭയങ്കര വികൃതമാണെങ്കിൽ നമ്മൾ സർജറി ചെയ്യാന്ന് പറയും. ഇപ്പൊ അതിന് കുറെ പുതിയ പുതിയ സാധനങ്ങളുണ്ട്, മയോ ഫങ്ഷണൽ അപ്ലയൻസ്. അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ ഒരു 7-8 വയസ്സിൽ നമുക്ക് തോന്നുകയാണ് ഈ കുട്ടി, അതായത് ഇപ്പൊ പഴയ കുട്ടികൾക്ക് പല കുറെ അസുഖ ഇതുണ്ടാവും. ഇങ്ങനെ തം സക്കിങ്, വിരല് കുടിക്കുക, മൂക്ക് വായിലൂടെ ശ്വാസം എടുക്കുക, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. കാരണം അവർക്ക് ENT പ്രോബ്ലം ആയിരിക്കും ആദ്യം ശരിക്കും ഉണ്ടാവുക. ഈ മൂക്കിൽ വല്ല ദശ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മൂക്കിന്റെ പാലം വളഞ്ഞ. അപ്പൊ അവർക്ക് മൂക്കിലൂടെ ശ്വാസം എടുക്കണേക്കാളും കൂടുതൽ ഈസി വായിലൂടെ. അപ്പൊ അവർ രാത്രി വാ തുറന്നിട്ടായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, പല്ലുകൾ രണ്ടും ഇങ്ങനെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വേഗം എത്രയും പെട്ടെന്ന് ENT കാണിച്ച് അത് കറക്റ്റ് ചെയ്യുക. അതിന് കൂടെ അതിനുള്ള അപ്ലയൻസ് ഉണ്ട്. ഇത് ചിലർക്ക് വളർച്ച കുറവായിരിക്കും, അപ്പൊ വളർച്ച കൂട്ടാനുള്ള സാധനം ഉണ്ട്. വളർച്ച കൂടുതലാന്ന് തോന്നുകയാണെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ രാത്രി മാത്രം ഇടുന്ന സാധനം. അല്ലെങ്കിൽ സ്കൂളിൽ വന്നിട്ട് പിറ്റേ ദിവസം സ്കൂൾക്ക് പോകുന്ന കുറെ അപ്ലയൻസുകൾ ഉണ്ട്. തലയിലേക്ക് പിടിച്ച് കെട്ടുന്ന ഇങ്ങനെ ഒരു സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധനം, അല്ലെങ്കിൽ ഇതിനെ വലിച്ചു കൊണ്ടുവരാനുള്ള സാധനം, താടി വളർച്ച കൂടുതലാണെങ്കിൽ കുറക്കാനുള്ള സാധനം, താടി വളർച്ച കൂട്ടാനുള്ള, അതിനൊക്കെ ഉള്ള പുതിയ ആ വളർച്ച പ്രായപൂർത്തി ആകുന്നതിന്റെ മുമ്പ് ചികിത്സിക്കണം. അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് പിന്നെ ഈ സർജറികളൊക്കെ ഒഴിവാക്കാൻ പറ്റും. എന്നാലും പല്ല് ക്ലിപ്പിടൽ ചിലപ്പം ഒഴിവാക്കാൻ 100% ഒഴിവാക്കാൻ പറ്റിക്കോണമെന്നില്ല. പക്ഷെ വലിയ പ്രൊസീജിയറുകളൊക്കെ ഒഴിവാക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് ക്ലിയർ ആവും വിചാരിക്കുന്നത്. ശരിയല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, വേറെന്തെങ്കിലും സംശയം? ഓക്കെ, ടീം മെമ്പേഴ്സ് നിങ്ങൾക്ക് മാക്സിമം ഡൗട്ട്സും കാര്യങ്ങളത് ക്ലിയർ ചെയ്ത് പോവാട്ടോ. ഹലോ സാർ. പറഞ്ഞോ, ചോദിച്ചോളൂ. സാറേ, എനിക്ക് സാർ ഇപ്പം പറഞ്ഞതുപോലെ ചുണ്ടിൽ ഇങ്ങനെ ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ചുണ്ട് താഴെ റോഡിൽ ചെന്ന് അടിച്ചിട്ട് അങ്ങനെ പൊട്ടിയായിരുന്നു ആ ചുണ്ടേ, മേൽചുണ്ട്. അപ്പൊ ഇപ്പോഴും സാർ പറയുന്നത് പോലെ അങ്ങനെ ആ ഒരു ചെറിയ തടിപ്പ് പോലെ അങ്ങനെ ഇപ്പോഴും ഉണ്ട്. അത് കുഴപ്പമില്ലല്ലോ? അങ്ങനെ അത് കാലക്രമേണ കുഴപ്പമില്ല, ഇത് മാഞ്ഞു. അത് മാറിക്കോളും. ഞാൻ പറഞ്ഞത് അത് തരിപ്പല്ല, അത് പ്രശ്നമല്ല. ഇത് ചിലപ്പം പിന്നെ ഇങ്ങനെ ഒരു ബബിള് പോലെ, ബലൂണ് വീർക്കുന്ന പോലെ വീർത്ത് വരും ചില ആളുകളിൽ. ഓക്കെ, അതിലിങ്ങനെ അതിൽ ഉമിനീരുണ്ടാവും, അത് പൊട്ടും, പിന്നെയും വീർത്ത് വരും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ നെറ്റിൽ മ്യൂക്കോസീൽ അടിച്ചു കൊടുത്താൽ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. പിന്നെ ചില ആളുകളിൽ വായിലേ ഒരു എല്ലിന്റെ ഗ്രോത്ത് ഉണ്ടാവും, ഒരു ടോറയെന്നു പറയാം. ഇങ്ങനെ എല്ലിന്റെ തന്നെ ചെറിയ, അതൊന്നും പേടിക്കാനുള്ളതൊന്നും അല്ല. അപ്പൊ അങ്ങനത്തെ കാണുമ്പോൾ ഡേഞ്ചർ പേടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാണ്. പിന്നെ പ്രഗ്നൻസി ട്യൂമർ എന്ന് പറയും. അത് നമ്മൾ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന, വായിലുണ്ടാകുന്ന ചെറിയ ഒരു ഗ്രോത്തുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അത് ഇൻഡിക്കേഷൻ ആണ് പല്ല് ക്ലീൻ ചെയ്യാൻ സമയം. വൺസ് ഇൻ എ ഇയർ എന്തായാലും പോയിട്ട് പല്ല് ക്ലീൻ ചെയ്യിക്കുക. അതുകൊണ്ട് നല്ലതേ ഉള്ളൂ. അതൊരിക്കലും ഇനാമല് നഷ്ടപ്പെടണം. മിക്കവാറും ആളുകൾ പറയുന്നതാണ് എന്ത്, പല്ല് ക്ലീൻ ചെയ്താൽ ഇനാമല് പോകൂലേ. അത് നമുക്ക് ആര് പറഞ്ഞതാ? നമ്മളിങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേൾക്കുന്നത്, അല്ലാണ്ട് ഒരു പ്രൊഫഷണൽ ഒരിക്കലും പറഞ്ഞു തരില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പഠിച്ച ഒരാൾ ഒരിക്കലും ഇനാമല് പോകുന്നു പറഞ്ഞില്ല. നമ്മൾ ബാക്കിയുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ ഓരോന്നും അതിന്റെ എക്സ്പേർട്സിനോട് ചോദിച്ചാലേ കറക്റ്റ് അറിയുള്ളൂ. പിന്നെ നമ്മൾ പല ആളുകളുണ്ടാവും ഉമിക്കരി, പൽപ്പൊടി, ഇങ്ങനത്തെ സാൻഡ്, മണല് പലതും ഉപയോഗിച്ചും പല്ല് തേക്കും. അതൊക്കെ പല്ലുകൾക്ക് ഡാമേജ് വരും. പല്ലിന്റെ അനാട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫ്ലോസ് ചെയ്യുക. ഫ്ലോസിങ് എന്താ അറിയോ? ഫ്ലോസിങ് കേട്ടിട്ടുണ്ടോ? നൂല് വെച്ചിട്ട്. അതെ. അപ്പൊ അതിനായിട്ട് നൂലുണ്ട്. നമ്മൾ സാധാ വീട്ടിലത്തെ നൂലല്ല, അതിനായിട്ട് നൂല് വാങ്ങിക്കാൻ കിട്ടും. ചെറിയ എമൗണ്ട് പൈസയേ ഉള്ളൂ. അത് ആദ്യം ശരിക്കും പറയണെങ്കിൽ നമ്മൾ എന്നും ചെയ്യണം എന്നാ പറയും. എന്നും ചെയ്തില്ലെങ്കിൽ ആഴ്ചയിൽ 1-2 ദിവസങ്ങളിൽ നമ്മൾ പല്ലുകളുടെ ഇടയിൽ ആ നൂലിട്ടിട്ട് ക്ലീൻ ആക്കുക. അത് ഒരു വിരലും അങ്ങനെ ചുറ്റിയിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യാണ്, അത് ചെയ്യുക. ഇങ്ങനെ വിരലുമ്പോൾ ചുറ്റിയിട്ട് എല്ലാ പല്ലുകളുടെ ഇടയിൽ അത് ചെയ്തതിന് ശേഷം വേണം ബ്രഷ് ചെയ്യാൻ. ഇപ്പൊ അതിന് പകരം വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞ സാധനമൊക്കെ അവൈലബിൾ ആണ്. ഒരു ഇലക്ട്രിക്കൽ സാധനം ഉണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യും ഫോഴ്സ്ഫുള്ളി. നമ്മളിങ്ങനെ ആ മോട്ടർ വെച്ച് കഴിഞ്ഞാൽ അതന്നെ ജെറ്റ് ഇങ്ങനെ, നമ്മള് വണ്ടിയൊക്കെ വെള്ളം കൊണ്ട് ഫോഴ്സ് ആയിട്ട് ഇപ്പൊ ജെറ്റ് ചെയ്യില്ല, അതേപോലെ പല്ലുകളുടെ ഇടയിൽ നിന്നൊക്കെ പോകാനുള്ള. കാരണം നമ്മൾ ഈ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഈ പുറം ഭാഗത്തും അല്ലെങ്കിൽ ഉൾഭാഗത്തും മാത്രമല്ല, ഈ 2 പല്ല് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് അതിന്റെ ഇടയിൽ ഈ ബ്രഷ് കയറുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഫുഡ് കളയാനാണ് ഈ ഫ്ലോസ് ചെയ്യാൻ വേണ്ടി പറയുന്നത്.
ഫ്ലോ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ പല്ലുകൾ കേടുവരുന്നത്. നമ്മൾ ഇതിന് കെയർ ഒരു അറ്റൻഷൻ കൊടുക്കുന്നില്ല. നമ്മൾ എന്നും ചെയ്യുന്ന പോലെ ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് വേഗം പല്ല് വെച്ചിട്ട് അടുത്തേക്ക് മൂവ് ചെയ്യാണ്. ഇതിന് എല്ലായിടത്തും എത്തുന്നുണ്ടോ അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും ഡാമേജ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഓക്കെ, അടുത്ത ചോദിച്ചോളൂ. സാർ പല്ലിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഗ്യാപ്പ് വരുന്നുണ്ട്. പല്ലിന് എത്ര വയസ്സ്? 48. അത് ഞാൻ പറഞ്ഞു, നമ്മൾ റുട്ടീനായിട്ട് ഇപ്പൊ പല്ല് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്യാപ്പ് വരാം. കാരണം വെച്ചാൽ നമ്മൾ ഈ മോണ ഇങ്ങനെ താഴേക്ക് ഗ്രാജുവലി ഇറങ്ങി വരും പ്രായമാകുന്നതിനനുസരിച്ച്. അപ്പൊ ഈ മോണരോഗം വരുമ്പോഴാണ് അത് മോണ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുക. അപ്പൊ നമ്മൾ കറക്റ്റ് ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ ഈ പല്ല് മോണ താഴേക്ക് ഇറങ്ങൂല. പിന്നെ നമ്മൾ കുറച്ച് പ്രായം കഴിയുമ്പോൾ എന്തായാലും ഉണ്ടാവും, എന്നാലും അത് കുറക്കാൻ കഴിയും നമ്മൾ കറക്റ്റ് ചെക്കപ്പ് നടത്തുകയാണെങ്കിൽ. ഇനി നല്ലോണം ഉണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കമ്പിട്ടിട്ടൊക്കെ ശരിയാക്കാവുന്നേ ഉള്ളൂ. ഹെൽത്തി ആണെങ്കിൽ, പല്ലൊക്കെ ഹെൽത്തി ആണ്, ഇളക്കൊന്നുമില്ല, ഡെന്റിസ്റ്റിനെ കാണിച്ചാലേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ടോ? ടൂത്ത് പിക്കൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാവോ? ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് അത് എപ്പോഴും നമ്മൾ അതിങ്ങനെ ഇതിനിടയിൽ ഇട്ടിട്ട് നോക്കുമ്പോൾ ആ ഗ്യാപ്പ് കൂടുകയാണ് ചെയ്യുക. പിന്നെ നമ്മൾ ലൈഫ് ലോങ് ടൂത്ത് പിക്ക് യൂസ് ചെയ്യേണ്ട ഒരാളായി മാറുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരണം അതിങ്ങനെ ഇതിലേക്ക് വരുമ്പോൾ മോണ താഴേക്ക് ഇറങ്ങി വരില്ല ചെയ്യുക. അതിന് പകരം നമ്മൾ ഈ ഫ്ലോസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിന് ഡാമേജ് വരില്ല, മോണക്കോ അല്ലെങ്കിൽ പല്ലുകൾക്കോ ഡാമേജ് വരില്ല. മറ്റേത് ഓൾറെഡി അവിടെ ഈ ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് അവിടെയും തന്നെ ഒരു സെൻസിറ്റിവിറ്റി വരാൻ ചാൻസ് ഉണ്ട്. മോണ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വേരുകൾക്ക് ജീവനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇനാമലിന് ജീവനില്ല. അതുകൊണ്ടാണ് ഇതുമ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചാലും സ്റ്റാർട്ടിങ്ങിൽ കേടുകൾ അറിയാത്തത് അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഡെന്റിൻ എന്ന് പറഞ്ഞ സാധനത്തേക്ക് എത്തുമ്പോഴാണ് ഈ പുളിപ്പ് തുടങ്ങുന്നത്. അപ്പൊ ഈ വേര് ഈ കടഭാഗത്തിന് താഴേക്കുള്ളത് പിന്നെ ജീവനുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവിടെ എക്സ്പോസ് ആകുമ്പോഴാണ് നമുക്ക് സെൻസിറ്റിവിറ്റി വരുന്നത്. നമ്മൾ വയസ്സായ നീളം പല്ല് കണ്ടിട്ടില്ലേ? അത് ഒരു നീളം പല്ലാവുന്നതല്ല, പല്ലിന്റെ മോണ ഇറങ്ങി പോയിട്ട് അതിന്റെ വേരൊക്കെ പുറത്തേക്ക് കാണുകയാണ്, അല്ലാണ്ട് പല്ല് നീളം വെക്കുന്നതല്ല. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, സുപ്രാ ഇറപ്ഷൻ. നമ്മളൊരു പല്ല് എടുത്ത് അവിടെ പല്ല് വെച്ചില്ല, അതിന്റെ ഓപ്പോസിറ്റ് പല്ല് അങ്ങോട്ട് കുറച്ച് നീണ്ടു വരും. അതായത് താഴേന്ന് മൊത്തത്തിൽ അങ്ങോട്ട് കയറി വരിക ചെയ്യുന്നത്. പല്ല് നീളം വെക്കല്ല, ആ താഴേക്ക് അതിങ്ങനെ പൊങ്ങി ടച്ചിങ് ഇല്ലെങ്കിൽ, ടച്ച് ചെയ്യുന്ന മേലത്തെയും താഴത്തെയും പല്ല് ടച്ച് ചെയ്യുന്നതുകൊണ്ടാണ് പല്ലുകൾ വളരാത്ത നീളം പുറത്തേക്ക് വരാത്തത്. ഇതിപ്പോ ഈ പല്ല് പോയി വിചാരിക്കും, ഈ പല്ല് പതുക്കെ കുറച്ച് പുറത്തേക്ക് എൻറ്റയർ ബോഡി മൊത്തം പല്ല് കുറച്ച്, അതിന് സുപ്രാ ഇറപ്ഷൻ എന്ന് പറയും. അപ്പൊ ആ പല്ലുകളുടെ ഇടയിൽ ഫുഡ് കുടുങ്ങും. നമ്മൾ വിചാരിക്കുക ഒരു പല്ലല്ലേ 32 അല്ലേ, 2 പോയാലും വലിയ കുഴപ്പമില്ലെന്ന് പറയും. പക്ഷെ അത് കാരണം നമ്മൾ തൊട്ട പല്ലുകൾ പിന്നെ കറക്റ്റായിട്ട് ഇതുപോലെ നിൽക്കൂല, അതിനുള്ളിൽ ഫുഡ് കുടുങ്ങും, സെൻസിറ്റിവിറ്റി വരും, പല്ലിനിടയിൽ കേട് വരും. അങ്ങനെ ഓരോന്ന് എടുക്കുമ്പോൾ ഓരോരോ പ്രശ്നങ്ങൾ വരും. വായിലെ സ്മെല്ല് ഒഴിവാക്കാനായിട്ട് എന്താ ചെയ്യാൻ പറ്റണ? സ്മെല്ലിന് മെയിൻ ആയിട്ട് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതുപോലെ പല്ലുകൾ കേടുണ്ടോ എന്ന് ആദ്യം നോക്കുക. കേടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ഫുഡ് പോയിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സ്മെല്ല് വരും. ഓക്കെ, പിന്നെ ടങ് ക്ലീൻ ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മൾ ഇതുപോലെ ചിലപ്പോൾ ചിലർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നമാക്കാരം, അതേപോലെ എന്താ പറയാ ദഹനത്തിന്റെ പ്രശ്നം കാരണം ഇതുണ്ടാവും. അപ്പൊ വലിയ പല്ലുകൾ ഇതുപോലെ കാൽക്കുലസ് ഉണ്ടാവും, ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. കാൽക്കുലൈ എന്ന് പറയും. ഇടയ്ക്ക് ഇങ്ങനെ ചില ആളുകൾ പറയും ഇങ്ങനെ പല്ലിങ്ങനെ പൊട്ടി പോരുന്നു പറയും. അത് ഉള്ളിലിങ്ങനെ ഒരു യെല്ലോ കളറിലൊരു സാധനം ഉണ്ട്, ഒരു ഡെപ്പോസിറ്റ്. നമ്മൾ ആദ്യം പ്ലാക്ക് എന്ന് പറയും. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ കാണൂലേ, അത് ഇരുന്നിട്ടാണ് പിന്നീട് അതൊരു കട്ട പിടിക്കും, അത് പിന്നെ ബ്രഷ് ചെയ്താൽ പോരില്ല. അതാണ് കാൽക്കുലസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രൊഫഷണലി പോയിട്ട് തന്നെ ക്ലീൻ ചെയ്യണം, നമ്മൾ ക്ലീൻ ചെയ്താൽ പോരില്ല. അതുകൊണ്ടാണ് വർഷത്തിൽ ഒരിക്കലും നമ്മൾ പോയിട്ട് അത് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നിൽക്കും തോറും മോണ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ മുൻഭാഗത്തേക്ക് പല്ലുകൾ മിക്കവാറും ആളുകൾ ഒരിക്കലും കേടുവന്നിട്ടല്ല പോവുക, ഈ ഇളകിയിട്ടാണ് പോവുക പ്രായമായി കഴിഞ്ഞാൽ. അതെന്താണെന്ന് വെച്ചാൽ അവർ ക്ലീൻ ചെയ്യാത്തത് കാരണം മോണ താഴേക്ക് ഇറങ്ങി ഈ ഡെപ്പോസിറ്റ്സ് വന്ന് മോണ താഴേക്ക് ഇറങ്ങിയിട്ട് അങ്ങനെ കേടുവന്ന് പോവാണ് ചെയ്യുന്നത്. ക്ലീൻ ചെയ്യുന്ന കുട്ടികൾക്കും അങ്ങനെ വർഷത്തിലൊരിക്കൽ ചെയ്യാവോ? എങ്ങനെ ക്ലീൻ ചെയ്യുന്നതേ വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞത് കുട്ടികൾക്കും ചെയ്യാവോ? അതെ, വലിയവർക്കാണ്. ഈ കുട്ടികൾക്കും ചെയ്യണമെന്ന് പ്രശ്നമില്ല, നമ്മൾ ചെക്കപ്പ് എന്തായാലും നടത്തണം. അപ്പൊ ആവശ്യം ഉണ്ടെങ്കിൽ അവർ പറയും, നിർബന്ധമല്ല. ആവശ്യം ഉണ്ടെങ്കിൽ ഡെപ്പോസിറ്റ്സ് അധികം ഉണ്ട്, കാരണം മിക്കവാറും കുട്ടികൾ പറയുന്ന പ്രായമായതുകൊണ്ട് പ്രശ്നമില്ല. അവർക്ക് മെയിൻ ആയിട്ട് കേടുകളാണ് ഉണ്ടാവുക കുട്ടികൾക്ക് ഡെപ്പോസിറ്റിനേക്കാളും കൂടുതൽ. വലിയവർക്ക് എന്തായാലും നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ തീരെ ശ്രദ്ധിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്തായാലും ക്ലീൻ ചെയ്യുക. അവർ പറയാം ക്ലീൻ ചെയ്യാന്ന് അവർ പറയും. ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്താൽ ഇറ്റ്സ് നോട്ട് കമ്പൽസറി കുട്ടികൾക്ക്. പക്ഷെ വലിയവർക്ക് നമ്മൾ എന്തായാലും വൺസ് ഇൻ ഇയറും ചെക്കപ്പ് നടത്തിയിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുണ്ട്. എല്ലാ വർഷവും വെക്കേഷന് ദുബായിൽ നിന്ന് വരുന്നവർ ക്ലീൻ ചെയ്യാൻ വരുന്ന ആളുകളുണ്ട്, നല്ല ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്.
അതേപോലെ സാറേ ആ ഈ മോൾക്ക് ഇതുപോലെ ഒരുപാട് പല്ലുകൾ കേട് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഓക്കെ MMC കാണിച്ചിട്ട് അവര് റൂട്ട് കനാൽ ചെയ്ത് 5 വയസ്സാണ്. ആ അപ്പൊ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഇപ്പൊ എന്നിട്ട് കുറച്ച് ദിവസമായിട്ട് വീണ്ടും ആ റൂട്ട് കനാൽ ചെയ്ത ഒരു പല്ലിന്റെ മോണ വീങ്ങിയിട്ട് അവിടെ ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഞങ്ങൾ കാണിച്ചപ്പോ വേദനയ്ക്കുള്ള മരുന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ആ അത് രണ്ടാമതും തുറന്നിട്ട് ചെയ്യേണ്ടി വരുമോ? അത് വേദന കുറയുന്നില്ല, ആന്റിബയോട്ടിക് രണ്ടാമത് കഴിച്ചിട്ടും കുറയുന്നില്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാമത് ചെയ്യേണ്ടി വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലപ്പോൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് കാണിക്കാൻ കുറേ ലേറ്റ് ആയി എന്ന് വിചാരിക്കും. ലേറ്റ് ആയിട്ട് ഈ ഇൻഫെക്ഷൻ താഴെ നിൽക്കുന്ന സമയത്ത് അതിന്റെ റൂട്ട് റിസോർബ് ആയിട്ടുണ്ടാവും, റൂട്ട് ഇങ്ങനെ ദ്രവിച്ചു പോയി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അവർ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ സക്സസ് ആയിക്കോണമെന്നില്ല. എല്ലാ കേസിലും ഞാൻ പറയുന്നത്, ചിലപ്പോൾ റൂട്ട് കനാൽ ചെയ്തത് കറക്റ്റ് ആവാത്തത് കൊണ്ട് ഇൻഫെക്ഷൻ വന്നെങ്കിൽ രണ്ടാമത് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവും. നേരെ മറിച്ച് അടിഭാഗം ഓൾറെഡി ഈ ഇൻഫെക്ഷൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പല്ല് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പല്ലുകൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ പോയി കുട്ടിയല്ലേ പറയാനുള്ള പല്ലല്ലേ എന്തിനാ റൂട്ട് കനാൽ ചെയ്യുന്നതാണ് ആദ്യം പേരൻസ് ചോദിക്കുക. പക്ഷെ ഈ പല്ലുകൾ ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് പോവാൻ. നേരത്തെ പല്ലുകൾ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പല്ലുകൾ വരും. അപ്പൊ അതിന് ഉറപ്പുണ്ടാവും. നമ്മൾ പ്രായം തികയേണ്ട ഒരു 9 മാസം ജനിക്കേണ്ട കുട്ടി ഒരു 6-ാം മാസം ജനിച്ചാൽ എന്താ സംഭവിക്കുക? അതിൻ്റെതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവില്ലേ? അതെ. വളർച്ച കുറവ്, അത് കുറവ്, ഇത് കുറവ്, എല്ലാ കുറവുകളും ഉണ്ടാവും. അതേപോലെ ഈ പല്ലിനും നേരത്തെ വന്നു കഴിഞ്ഞാൽ അതിന്റെ മെച്യൂർഡ് ആവാണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ഡെഫിഷ്യൻസി ഉണ്ടാവും. ആ പല്ലുകൾ കേടുവരാൻ ചാൻസ് കൂടുതലാണ്, അതിന് സ്ട്രെങ്ത് ഉണ്ടാവില്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന അത് മാത്രമല്ല, ടേണേഴ്സ് ഹൈപ്പോപ്ലാസിയ എന്ന സംഭവം ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിലുള്ള പല്ലുകൾ ഇൻഫെക്ഷൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ വേരിന്റെ അറ്റത്താണ് അതിന്റെ ഇൻഫെക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിലൂടെയാണ് പുതിയ പല്ല് മുളച്ചു വരിക. മുളച്ചു വരുമ്പോൾ ചിലപ്പോൾ ആ പല്ല് ആ ഇൻഫെക്ഷൻ കൂടെ വരുമ്പോൾ അതിന് കളർ വ്യത്യാസം വരും. ആ പല്ല് വരാം. എല്ലാ കേസിലും പറയുന്ന ഇൻഫെക്ഷനിലൂടെയാണ് പല്ല് വരുന്നതെങ്കിൽ അതിന് നിറം വ്യത്യാസമോ അല്ലെങ്കിൽ അതിന് ചെറിയൊരു ഡിഫക്റ്റോ എന്തെങ്കിലുമൊക്കെ ഒരു കുഴിയോ ഒക്കെ കാണാറുണ്ട് ആ ഇൻഫെക്ഷനിലൂടെ പുതിയ പല്ല് വരുമ്പോൾ. അപ്പൊ ഒന്നില്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആ പല്ല് ഒഴിവാക്കുക, എന്നിട്ട് ആ പല്ല് ആ സ്പേസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. സ്പേസ് മെയിൻറ്റെയിനർ എന്നൊക്കെ പറയും. ആ പല്ല് ചിലപ്പോൾ ചെറിയ പല്ലുകൾ നിങ്ങൾ പറഞ്ഞ പോലെ പ്രായമാണതിന്റെ മുമ്പ് എടുക്കൽ നിർബന്ധമാകും, കാരണം അത്രയും കേടുവന്നിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ആ പല്ല് ആ സ്പേസ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള സ്പേസ് അവിടെ റിട്ടൈനർ ആക്കി കൊടുക്കും. അവിടെ സ്പേസ് മെയിൻറ്റെയിനർ എന്ന് പറയും, ഒരു കമ്പി പോലത്തെ സാധനം അവിടെ വെച്ചെടുക്കും. ഇവളെ ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് കോപ്പറേറ്റ് ചെയ്യാത്തോണ്ട് പലർക്കും ചെയ്യാൻ പറ്റില്ല. ഇവൾക്ക് അടിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ചെയ്യാൻ പറ്റില്ല. അപ്പൊ മയക്കാനൊന്നും പറ്റൂലല്ലോ. 4 വയസ്സായിരുന്നു അപ്പൊ ചെയ്യാൻ പറ്റൂല പറഞ്ഞിട്ട് ഒരുപാട് ഹോസ്പിറ്റൽ ലാസ്റ്റ് ഇവിടെ MMC കാണിച്ചപ്പോ അവരാണ് ചെയ്തത്. ഇവിടെ കാലിക്കറ്റ്. ശരി. ആയിക്കോട്ടെ, അത് അവിടെ തന്നെ ഫോളോ അപ്പ് ചെയ്താൽ മതി. എന്നിട്ട് അവര് അതിനെന്തെങ്കിലും റെമഡി കണ്ടോളൂ. എന്താണ് എക്സാക്ട് റീസൺ ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയില്ല. അവർ എക്സ്റേ എടുത്ത് നോക്കിയിട്ട് അവർ കറക്റ്റ് അതിന് കറക്ഷൻ പറഞ്ഞു തരും. അതേപോലെ തന്നെ എനിക്ക് ഞാൻ ഇവിടെ കാണിക്കാൻ പോയപ്പോ എനിക്ക് പല്ലിന് ഇപ്പൊ ഫ്രണ്ടില് സൈഡ് ഭാഗത്ത് വലതു ഭാഗത്ത് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ കാണിച്ചപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ജന്മനാ ഒരു പല്ലില്ല. ഫ്രണ്ടില് ഫസ്റ്റ് പല്ലിന്റെ തൊട്ടിപ്പുറത്തുള്ള വലതു ഭാഗത്തുള്ള പല്ല് ജന്മന എനിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ഗ്യാപ്പ് വരുന്നത്. പക്ഷെ ആ സമയത്തൊന്നും ഗ്യാപ്പില്ല. ഇപ്പോഴാണ് ഗ്യാപ്പ് വന്നു തുടങ്ങുന്നത്. ഇപ്പൊ നമുക്ക് ചോദിച്ചോളൂ, അത് കമ്പി ഇട്ടാ അത് ഗ്യാപ്പ് അടയ്ക്കാൻ പറ്റൂ? അത് നമ്മൾ താഴെ സുഖമായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. അത് താഴെ ഗ്യാപ്പ് ഇല്ലെങ്കിൽ മേലത്തേന് മാത്രമായിട്ട് നീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് അതൊന്ന് ജസ്റ്റ് ഡോക്ടർ നോക്കി കഴിഞ്ഞാൽ അവർ പറയും. അതല്ലെങ്കിൽ അലൈനർ ഒക്കെ വെച്ചിട്ട് ഒരു ഇതൊക്കെ കറക്റ്റ് ചെയ്യാം. പുതിയ ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ അലൈനർ എന്ന് പറഞ്ഞ സംഭവമൊക്കെ, അതൊക്കെ വെച്ചിട്ട് മുൻഭാഗത്തെ പല്ലുകൾ വേണമെങ്കിൽ മാത്രം അടുപ്പിച്ചാൽ മതിയെങ്കിൽ മുൻഭാഗത്ത് മാത്രം പ്രശ്നമെങ്കിൽ എന്ത് ചെയ്യാ, ഈ ഉള്ള ഗ്യാപ്പിന് ബാക്കിലേക്ക് ആക്കിയിട്ടേ മുൻഭാഗത്തെ 6 പല്ലിനെ പല്ല് പറിക്കാണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ഓക്കെ. പറഞ്ഞോളൂ, ആരായിരുന്നു? എന്തെങ്കിലും ഡെന്റൽ ഇഷ്യൂസിന്റെ ഭാഗമാണോ? കേട്ടില്ല, ക്വസ്റ്റ്യൻ കേട്ടില്ല. ഡ്രൂളിംഗ്, രാത്രി നമ്മൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്ന ഡ്രൂളിംഗ് എന്തെങ്കിലും ഡെന്റൽ ഇഷ്യൂ ആണോ അതോ നോർമൽ ആയിട്ട് വരുന്നതായിരിക്കോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മള് ചില ആളുകള് പിന്നെ വാ തുറന്നിട്ടാണ് ഉറങ്ങുണ്ടാവുക. ശ്വാസം എടുക്കാൻ അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും മൂക്കിലൂടെ. അപ്പൊ എന്തെന്ന് വെച്ചാൽ അത് മാറ്റാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതേ പറഞ്ഞു. അതൊരു ENT-നെ കാണിക്കുക. ENT-നെ കാണിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും നെയ്സൽ അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക. അതായത് നെയ്സൽ പോളിപ്പ് അല്ലെങ്കിൽ മൂക്കിൽ ദശ ഗ്രോത്തോ അല്ലെങ്കിൽ മൂക്കിലൂടെ ശ്വാസം അവർ ഓക്കെ ആണെന്നുള്ളത് ഒന്ന് ഡോക്ടറെ കാണിച്ചിട്ട് ഉറപ്പ് വരുത്തുക. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, വാ തുറന്ന് വായിലൂടെ ശ്വാസം എടുക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. വായിലൂടെ ശ്വാസം എടുക്കാണ്ടിരിക്കാനുള്ള ഒരു ഓറൽ സ്ക്രീൻ എന്ന് പറഞ്ഞ അപ്ലയൻസ് ഒക്കെ ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞാൽ മൂക്കിലെടുത്ത് തന്നെ അവർക്ക് ശ്വാസം എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ട്രെയിൻഡ് ആവും.
ഓക്കെ ഓക്കെ അതിനുള്ള അപ്ലയൻസുകളുണ്ട്. ഓക്കെ താങ്ക് യു സർ. ഓക്കെ, അപ്പോൾ നമ്മൾ ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. നൗഫൽസ്, താങ്ക് യു സോ മച്ച് ഫോർ ദി സെക്ഷൻ. കാരണം എല്ലാവർക്കും ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ സാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളും. സോ എല്ലാവരും അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നതിന് ഇതുപോലത്തെ സെഷൻസുമായിട്ട് സാർ ബി മാജിക്കിൽ വീണ്ടും വരിക. സോ ഇന്നത്തെ സെഷൻ അത്രയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. സോ ഓക്കെ, താങ്ക് യു. ഞാൻ ആദ്യം നിങ്ങളോട് താങ്ക്സ് പറയാണ്, ഇതുപോലെ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിനും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും. സോറി, ഞാൻ ഇടയ്ക്ക് ഒരു നെറ്റിന്റെ ഇഷ്യൂ കാരണം കുറച്ച് ഇൻട്രപ്ഷൻ ആയി. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല ഇന്ററാക്റ്റീവ് ആണ്, എല്ലാവരും നല്ല ആക്റ്റീവ് ആണ്. വളരെ സന്തോഷം. ഇതുപോലുള്ള പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ടീമിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സോ ടീം മെമ്പേഴ്സ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു all. Thank you, sir. Okay, thank you. Thank you, sir. Thank you, Nobel, sir. Thank you. Okay.